ഈ സുവർണ ജൂബിലി സമ്മേളനത്തിന്റെ ആഘോഷത്തിന്റെ ആദരണീയനായ അധ്യക്ഷൻ യാക്കിം മാർ കൂർലോസ് സൗകരൻ മെത്രാപ്പോലീത്ത തിരുമേനി, ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ ആദരണീയനായ അധ്യക്ഷൻ ഡോക്ടർ തിയോഡീഷ്യസ് മാർ മാർത്തോമാ മെത്രാപ്പോലീത്തൻ തിരുമേനി, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ആദരണീയനായ ശ്രീ പങ്കജ് കിംജി, വേദിയിലും സദസ്യമെല്ലാമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, ഒമാനിലെ മാർത്തോമാ സഭയുടെ നേതൃത്വത്തിലുള്ള ഈ ദേവാലയത്തിന് 50 വയസ്സ് തികയുകയാണ്. നിറഞ്ഞ സന്തോഷം എനിക്കുമുണ്ട്. നിങ്ങളുടെ എല്ലാം സന്തോഷത്തിൽ ഞാനും ഹൃദയം നിറഞ്ഞ് പങ്കുചേരുന്നു. നിങ്ങളുടെ ഈ ദേവാലയത്തിന് 50 വർഷം ആവുമ്പോൾ മാർത്തോമാ സഭയുമായുള്ള എൻ്റെ ബന്ധത്തിനും ഒരു 3.5 പതിറ്റാണ്ടാവുന്നു എന്ന പ്രത്യേകതയുണ്ട്. 3.5 പതിറ്റാണ്ടായി സഭയെക്കുറിച്ചും അല്ലെങ്കിൽ മാരാമൺ കൺവെൻഷൻ അടക്കമുള്ള ഇടങ്ങളിലേക്ക് ഞാൻ എത്തിയിട്ടുള്ളതിൻ്റെ അനുഭവങ്ങളും ഓർമ്മകളും എൻ്റെ മനസ്സിലൂടെയും കടന്നു പോവുകയായിരുന്നു. എനിക്ക് ഈ സമ്മേളനത്തിൽ നിൽക്കുമ്പോൾ ഉള്ള ഏറ്റവും പ്രമുഖമായ സന്തോഷം മാർത്തോമാ സഭ കേരളത്തിൽ ഒരു സഭ എന്നുള്ള തരത്തിൽ നിറവേറ്റിയ വലിയ ദൗത്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകളുടെ കാര്യം തന്നെയാണ്. ഞാൻ 2 കാര്യങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനമായി കാണുന്നത്. പാലക്കുന്നത്ത് അബ്രഹാം മൽപ്പാൻ മലങ്കരയിൽ നടത്തിയ ശുചീകരണമെന്നോ നവീകരണമെന്നോ നിങ്ങൾ വിളിക്കുന്ന ഏറ്റവും മഹത്തായ ഒരു പ്രവർത്തനത്തെ ഗൗരവതരമായി കാണേണ്ടുള്ള ഒരു കാര്യമാണ്. അതിൽ തദ്ദേശീയ സഭ എന്നൊരു ആശയത്തെ എബ്രഹാം മൽപ്പാൻ ഉയർത്തിപ്പിടിച്ചു എന്നത് അങ്ങേയറ്റം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. എങ്കിലും ഞാൻ കാണുന്ന പ്രമുഖമായ 2 പ്രത്യേകതകൾ, ഒന്ന് മലയാള ഭാഷയോട് കാട്ടിയ ഏറ്റവും വലിയ താല്പര്യമായിരുന്നു. കേരളീയ നവോത്ഥാനത്തെ മുന്നിൽ നിന്ന് നയിച്ചു എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയുന്ന ഒരു പേരാണ് പാലക്കുന്നത്ത് എബ്രഹാം മൽപ്പാൻ്റേത്. ചരിത്രം പക്ഷേ ആ വഴികളിലേക്ക് അധികം കയറിപ്പോയിട്ടില്ല എന്ന് നാം തിരിച്ചറിയേണ്ടതും ഉണ്ട്. ദാന്തെ അലിഘേരി ഡിവൈൻ കോമഡി എഴുതിയപ്പോൾ അത് യൂറോപ്പിൽ നവോത്ഥാനത്തിന്റെ ആദ്യത്തെ തുടക്കമായി എന്ന് പുകഴ്ത്തി അതിനെക്കുറിച്ച് പ്രകീർത്തിക്കപ്പെട്ടു. സാധാരണക്കാരന് മനസ്സിലാവുന്ന സാധാരണക്കാരന്റെ ഇറ്റാലിയൻ ഭാഷയിൽ ഡിവൈൻ കോമഡി എഴുതി എന്നുള്ളതായിരുന്നു ദാന്തെ അലിഘേരിയുടെ പ്രത്യേകത. തീർച്ചയായിട്ടും നവോത്ഥാനത്തിന്റെ തുടക്കം അതുതന്നെയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. എന്നാൽ കേരളീയ നവോത്ഥാനത്തിലേക്ക് മാതൃഭാഷയുടെ പ്രാധാന്യത്തെ ഉയർത്തിക്കൊണ്ടുവന്ന് അതിനെ പ്രാധാന്യത്തോടുകൂടി ഉയർത്തിപ്പിടിച്ചത് സാക്ഷാൽ എബ്രഹാം മൽപ്പാൻ ആയിരുന്നു. ചരിത്രം ആ അർത്ഥത്തിൽ, ചരിത്ര എഴുത്തുകൾ ആ അർത്ഥത്തിൽ ആയിട്ടില്ല എന്നുള്ളത് ഒരു പോരായ്മയായി ഇപ്പോഴും നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. മാരാമൺ പള്ളിയിൽ അബ്രഹാം മൽപ്പാൻ മലയാളത്തിൽ കുർബാന നടത്തിയപ്പോൾ അരക്കുർബാന എന്ന് വിശേഷിപ്പിച്ചതിന്റെ ആഴങ്ങളിലേക്കൊന്നും ഞാൻ ഈ സദസ്സിൽ ഇപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നതേ ഇല്ല. സഭ മുടക്കമടക്കമുള്ള എത്രയോ കാര്യങ്ങൾ അതിന്റെ പിന്നണിയിലുണ്ട്, അല്ലെ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അന്നത്തെ കാലത്ത് ഏറ്റവും പ്രമുഖമായിരുന്ന തീയും ചുണ്ണാമ്പും ഈ കൂട്ടർക്ക് കൊടുക്കരുത് എന്ന് വിലക്കിയത് ഇന്ന് ലോകത്തിന്റെ പലയിടങ്ങളിലും കാണുന്ന വിലക്കുകൾ പോലെ അതിനേക്കാൾ അപ്പുറത്ത് നിന്ന ഒന്നായിരുന്നു എന്നുള്ളത് പുതിയ തലമുറയ്ക്ക് എത്രമാത്രം ഉൾക്കൊള്ളാൻ കഴിയുമെന്നും എനിക്ക് അറിയില്ല. അപ്പുറത്തെ വീട്ടിൽ പോയി അല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിൽ പോയി അല്പം തീ വാങ്ങിച്ചു കൊണ്ടുപോവാ എന്ന് പറഞ്ഞ് എന്നെ എൻ്റെ അമ്മ പറഞ്ഞു വിട്ടത് ഓർക്കുമ്പോൾ തീ കൊടുക്കരുത് എന്നതിന്റെ പ്രാധാന്യം എത്രമേൽ വലുതായിരുന്നു എന്ന് ഊഹിക്കാൻ എനിക്കും കഴിയുന്നുണ്ട്. ഇതൊക്കെ പതിറ്റാണ്ടുകൾ, നൂറ്റാണ്ടപ്പുറത്ത് നടന്ന കാര്യം തന്നെയാണ്. വിശ്വാസത്തിന്റെ വിമോചനാത്മകമായൊരു അർത്ഥം കാട്ടിത്തന്നത് മൽപ്പാൻ പ്രസ്ഥാനമാണ് എന്നും നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. അവിടെയാണ് ഭാഷയ്ക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തെ നാം കാണേണ്ടത്. ഭാഷ അധികാരത്തിന്റെ ഏറ്റവും പ്രമുഖമായ ഒന്നാണ് എന്നുള്ളതുകൊണ്ട് ഉച്ചനീചത്വം അവസാനിപ്പിക്കുക എന്നുള്ളതിൽ ഭാഷയ്ക്കൊരു വലിയ പങ്ക് വഹിക്കാനുണ്ട് എന്ന് നമ്മൾ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. ഈ തിരിച്ചറിവാണ് എത്രയോ കൊല്ലങ്ങൾക്ക് അപ്പുറത്ത് നിന്നിട്ട് എബ്രഹാം മൽപ്പാൻ മലയാളത്തിന്റെ മണ്ണിൽ, മലങ്കരയുടെ മണ്ണിൽ അവതരിപ്പിച്ചത് എന്നതിനെയാണ് നാം പ്രാധാന്യത്തോടുകൂടി കാണേണ്ടുന്നത്. ഞാൻ അതുകൊണ്ട് വെറുതെ പറഞ്ഞതല്ല. ദാന്തെ അലിഘേരിയുടെ ഡിവൈൻ കോമഡി വെറുതെ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന ഒന്നല്ലേ അല്ല. നമുക്ക് കേരളീയ നവോത്ഥാനത്തിന്റെ മുന്നണിയിൽ എന്തുകൊണ്ട് ഈ ഭാഷയുടെ കാര്യം വരുന്നു എന്നുള്ളത് ഗൗരവപൂർവ്വം കാണേണ്ടതാണ് എന്നും വെറുതെ സൂചിപ്പിച്ചതല്ല എന്നുകൂടി പറയട്ടെ. സുറിയാനി ഭാഷയ്ക്ക് മലങ്കരയുടെ മലയാളം കൊണ്ട് ഒരു ബദൽ തീർത്തപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു സാംസ്കാരിക മുന്നേറ്റത്തെ ഒരു നാടിന്റെ മണ്ണിൽ അവതരിപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഞാൻ കാണുന്ന ഏറ്റവും വലിയ പ്രത്യേകത. അത് വലിയൊരു സാംസ്കാരിക മുന്നേറ്റമായി മാറി. കേരളീയ സാമൂഹ്യ സമവാക്യങ്ങളെ തിരുത്തി എഴുതാൻ അത് ഉപകരിക്കുന്ന തരത്തിലേക്ക് എത്തി. ഒരു കാര്യം കൂടി നാം ഓർക്കേണ്ടതുണ്ട്. മലയാളം ചണ്ടാല ഭാഷയാണ് എന്ന് കരുതുന്ന ഒരു കാലത്തുകൂടിയാണ് ഇത് നടന്നത് എന്നുള്ളതും
അവിടെ അപ്പോൾ ദേവഭാഷയെന്നും ദൈവഭാഷയെന്നും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന തരത്തിലേക്ക് സംസ്കൃതവും സുറിയാനിയും എല്ലാം ഉയർന്നു നിന്നിരുന്നു എന്നുള്ളതും അതിനാണ് പ്രാധാന്യവും പ്രാമുഖ്യവും എന്ന് കണക്കാക്കിയിരുന്നു എന്നുള്ളത് കൂടി നാം ഒന്ന് ഓർത്തു വെക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മലയാളത്തിൽ സംസാരിക്കാൻ തീരുമാനിച്ചത് എന്നുകൂടി വിനയപുരസരം നിങ്ങളോട് പറയട്ടെ. കേണൽ മൺട്രോ സാഹിബ് തിരുവിതാംകൂറിൽ ദിവാനായിരുന്നു, കൊച്ചിയിൽ ദിവാനായിരുന്നു. മൺട്രോയുടെ കാലത്താണ് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള തുടക്കങ്ങളെല്ലാം ആരംഭിച്ചത്. അതിനുവേണ്ടിയിട്ടാണ് അന്ന് പണ്ട് കരമൊഴിവായിട്ട് കുറെ വസ്തു എല്ലാം കൊടുത്തിരുന്നു. കോട്ടയം പകുതിയിലും കൊല്ലത്തിന്റെ ഭാഗങ്ങളിലും എല്ലാം കുറെ വസ്തു കൊടുത്തതാണ്. ഇന്ന് ട്രെയിനിൽ പോകുമ്പോൾ കൊല്ലത്തുകാരെ പലരെയും ഞാനിവിടെ കണ്ടു. നമ്മൾ ട്രെയിനിലെല്ലാം പോകുമ്പോൾ കാണുന്ന മൺട്രോ തുരുത്ത് ഉണ്ടായത് വിദ്യാലയങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അന്ന് മൺട്രോ കാട്ടിയ ഒരു താല്പര്യത്തിന്റെ ഭാഗമായി കിട്ടിയൊരു ഭൂമിയാണ് എന്നുള്ളതും അങ്ങനെയാണ് മൺട്രോ തുരുത്തുണ്ടായത് എന്നുള്ളതും നമ്മളിൽ തന്നെ എത്ര പേർക്കറിയാം, നാളുകളിൽ എത്ര പേർ അത് ഓർത്തിരിക്കും എന്നുള്ളത് നാം ഓർക്കേണ്ടതുണ്ട്. ലത്തീൻ ഭാഷയിലുള്ള ആരാധനക്രമം മാറ്റി സുറിയാനി ഭാഷയിലുള്ള ആരാധനയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പാറയമാക്കാൻ തോമാക്കത്തനാർ പോയ കഥയും ഒപ്പം ചേർത്ത് വെക്കുമ്പോഴാണ് നമുക്ക് എബ്രഹാം മൽപ്പാൻ മലയാള ഭാഷയ്ക്ക് വേണ്ടി നടത്തിയ ഉശിരാർന്ന ഒരു പോരാട്ടത്തെ നമ്മുടെ ഉള്ളിലേക്ക് നല്ലവണ്ണം കയറേണ്ടതുണ്ട് എന്ന് ഞാൻ പറയുന്നത്. അതൊരു പൊതുഭാഷ എന്ന തരത്തിലേക്കായിരുന്നു. ഒരു പൊതു എന്നതിന് വലിയൊരു പ്രാധാന്യമുണ്ട്. ഇവിടെ ആദരണീയനായ തിരുമേനി മെത്രാപ്പൊലീത്ത തിരുമേനി പറയുന്ന അവസരത്തിലേക്കും അദ്ദേഹത്തിന് കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ അതിന്റെ സമയത്തിന് ഇതുകൊണ്ട് അതിലേക്ക് കടക്കല്ല. അദ്ദേഹം പുതിയ ഒരു ടെർമിനോളജിയെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു. സാങ്ച്വറി ഓഫ് ലവ്. നമ്മൾ സാധാരണ അങ്ങനെ കേട്ടിട്ടില്ലാത്ത ഒരു പദമാണ്. അങ്ങയുടെ ആ വാക്കുകൾ എത്രമേൽ ആഴത്തിലാണ് വന്ന് കയറുന്നത് എന്ന് ഞാൻ അങ്ങോട്ട് വിനയപൂർവ്വം പറയട്ടെ. സാങ്ച്വറി ഓഫ് ലവ്. ഞാനിങ്ങനെ നമ്മളിതുവരെ കേട്ടിട്ടേ ഇല്ലാത്ത ഒരു വാക്കാണ്. സ്നേഹത്തിന്റെ സങ്കേതങ്ങളെ തീർക്കാൻ കഴിയുമോ എന്നുള്ളത്. സാധാരണ മനുഷ്യന്റെ കാര്യങ്ങളെ കുറിച്ച് തിരുമേനിയുടെ പറയുകയുണ്ടായി. നമുക്കൊരു പൊതു ഇടങ്ങളുണ്ടല്ലോ, പൊതുവായ ജനമുണ്ട്, പൊതു ഇടങ്ങളുണ്ട്, ഒരു പൊതുഭാഷയുണ്ട്. ഈ പൊതു എന്നുള്ളതിന്റെ പ്രാധാന്യത്തെയാണ് നൂറ്റാണ്ടപ്പുറത്ത് നിന്നിട്ട് നമ്മുടെ മുമ്പിലേക്ക് സാക്ഷാൽ എബ്രഹാം മൽപ്പാൻ കാട്ടിത്തന്നത് എന്നുള്ളതാണ് അതിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മലയാളത്തിലൊരു വസന്തകാലത്തെ സൃഷ്ടിച്ചെടുക്കുക എന്നത് അത് ഏറ്റവും പ്രമുഖമായി. ഇതാണ് നവോത്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എഴുത്തച്ഛൻ മണിപ്രവാളത്തിലേക്ക് ഇതെല്ലാം വരുന്നുണ്ട്. ഇപ്പം നമ്മൾ കേരളീയ നവോത്ഥാനത്തിന്റെ മുന്നിൽ നിന്ന എഴുത്തുകളെ കുറിച്ച്, കേരളീയ നവോത്ഥാനത്തിന്റെ മുന്നിലുള്ള പ്രവർത്തികളെ കുറിച്ചെല്ലാം പറയുന്നിടത്ത് എന്തുകൊണ്ടാണ് ഇവരൊക്കെയും എബ്രഹാം മൽപ്പാൻ പിന്തള്ളപ്പെട്ടു പോയത് എന്ന കാര്യം കൂടി നാം അതുകൊണ്ടാണ് ചരിത്രത്തിലേക്ക് ഇത്തരം ചില തിരുത്തുകൾ അനിവാര്യമായി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് എന്നുള്ളതും മാർത്തോമാ സഭയ്ക്ക് ഇങ്ങനെ വലിയൊരു പ്രാധാന്യവും പ്രത്യേകതയുണ്ട് എന്നുള്ള കാര്യവും നാം ഓർക്കേണ്ടതാണ് എന്ന് പറയുന്നതിലേക്ക് എത്തിയത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേണൽ മൺട്രോ വിദ്യാലയങ്ങൾ തുടങ്ങാൻ തീരുമാനിക്കുന്ന അവസരത്തിൽ മലയാളം പള്ളിക്കൂടങ്ങൾ ആരംഭിക്കുന്ന അവസരത്തിൽ ആരും പോകാനുണ്ടായിരുന്നില്ല എന്നുള്ളതും അടച്ചുപൂട്ടേണ്ടി വന്നുള്ളതും സർക്കാരിന്റെ ഗ്രാൻഡോടുകൂടി തുടങ്ങിയ എത്രയോ സ്കൂളുകൾ അടച്ചുപൂട്ടുകയും പിന്നെ സർക്കാരിന്റെ ഗ്രാൻഡോടുകൂടി മാത്രമാണ് കുറച്ച് പള്ളിക്കൂടങ്ങൾ വീണ്ടും തുടങ്ങാൻ കഴിഞ്ഞു എന്നുള്ളതും മലയാള ഭാഷയെ അവഗണിക്കപ്പെട്ടു നിന്നിരുന്ന ആ ഒരു കാലത്തിന്റെ ആഴവും വ്യാപ്തിയും നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരുന്നുണ്ട്. ഞാൻ കാണുന്ന മറ്റൊരു പ്രത്യേകത, രണ്ടാമത്തെ പ്രത്യേകത എന്നുള്ളത് സ്ത്രീകളോട് ഈ സഭ കാട്ടിയ ആദരവ് തന്നെയാണ്. അത് ആ കാലം മുതൽ തന്നെ തുടരുന്ന ഒരു കാര്യം തന്നെയാണ്. വേറെ എവിടെയും ഇല്ലാത്തതുപോലെ കണ്ട ഒരു പ്രത്യേകത. ഞാൻ വരുന്ന ചേർത്തലയാണ്. നങ്ങേലി എന്ന ഒരു സ്ത്രീ മുലക്കരം കൊടുക്കാത്തതിന്റെ പേരിൽ ഉദ്യോഗസ്ഥന്മാർ വന്ന് കരം ചോദിക്കുമ്പോൾ കരം കൊടുക്കാൻ ഇല്ലാത്തതിന്റെ പേരിൽ മുലയറത്ത് ഇലയിൽ വെച്ച് കരം പിരിക്കാൻ വന്ന ആളിന്റെ മുമ്പിൽ എടുക്കുക എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് പുറകോട്ടേക്ക് മറിഞ്ഞു വീണും മരിച്ചതിനെ കുറിച്ച് നങ്ങേലി അമ്മയുടെ ചരിത്രം പറയുന്നുണ്ട്. അവിടെയാണ് ഈ ഉണർവ് യോഗങ്ങളും സേവികാ സംഘവും എല്ലാം ഉണ്ടാക്കി. 1919 സേവികാ സംഘം ഉണ്ടാക്കി ഈ കേരളത്തിന്റെ മുന്നിലേക്ക് ഒരു സ്ത്രീ സ്വാതന്ത്ര്യം. നമ്മൾ ഇന്ന് പിന്നെ എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നൊരു വാക്ക് പോലും മലയാളിയുടെ മുമ്പിലേക്ക് എത്തുന്നത്. 1919 സേവികാ സംഘം എല്ലാം രൂപം കൊണ്ടിട്ടുകയും തമിഴ്നാട്ടിൽ നിന്ന് അമ്മാളുവിനെ പ്രസംഗിക്കാൻ ഈ നമ്മുടെ നാട്ടിലേക്ക് മലങ്കരയിലേക്ക് എത്തിക്കുന്ന അടക്കം എത്രയോ പേരാണ് ഈ രംഗത്തേക്കെല്ലാം എത്തിയത് എന്നുള്ളതും നാം ഗൗരവപൂർവ്വം കാണേണ്ടതാണ്. സഭാധാരക സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടി വാദിച്ചതിനെ കുറിച്ച് മാരാമൻ കൺവെൻഷന്റെ യോഗങ്ങൾ കഴിഞ്ഞതിന് ശേഷം രാവേറെ ആ മണപ്പുറത്തിരുന്ന് പുരോഹിതന്മാരടക്കമുള്ളവരുമായി നീണ്ട ചർച്ചകൾ നടത്തിയ എൻ്റെ യൗവനകാലം ഞാൻ ഇപ്പോഴും നല്ലവണ്ണം ഓർക്കുന്നുണ്ട്. അതെല്ലാമാണ് എൻ്റെ ഈ 35 വർഷങ്ങൾ എന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ കാണുന്ന രണ്ടാമത്തെ പ്രത്യേകതയാണ് സ്ത്രീ സ്വാതന്ത്ര്യം എന്നൊക്കെ നമ്മളിങ്ങനെ വെറുതെ പറഞ്ഞു പോകുന്നിടത്ത് എത്രയോ നാളുകൾക്കപ്പുറത്ത് നിന്ന് ഈ കാര്യങ്ങൾ പറയുകയുണ്ടായി. അതിനൊരു ബലമുണ്ടായിരുന്നു, അവിടെ അതിനൊരു കരുത്തുണ്ടായിരുന്നു. സത്യവേദ പുസ്തകം ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാക്കി അന്ന് ഉയർത്തിപ്പിടിക്കാൻ ഇതിന് കഴിഞ്ഞു. സഭാധാരയ്ക്ക് ഉൾപ്പെടെ കഴിഞ്ഞു എന്നുള്ളത്. ശമരിയ പട്ടണത്തിൽ യേശുവിനെ കുറിച്ച് ആദ്യം സംസാരിച്ചത് ഒരു സ്ത്രീയാണ് എന്നുള്ളത്. സ്ത്രീ എന്തുകൊണ്ട് ഈ രംഗത്തേക്കെല്ലാം മുന്നണിയിലേക്ക് വരണം എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളങ്ങളായി ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. യേശുവിന്റെ
തലയെ സുഗന്ധതൈലം കൊണ്ടും പാദങ്ങളെ സ്വന്തം കണ്ണുനീർ കൊണ്ടും അഭിഷേകം ചെയ്തത് ഒരു സ്ത്രീയാണ് എന്നുള്ളതും സത്യവേദ പുസ്തകത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്ഥാപിച്ചെടുക്കാൻ അന്നത്തെ ആ തലമുറയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് നമുക്കൊരിക്കലും വിസ്മരിക്കാൻ കഴിയുന്ന കാര്യമേ അല്ല. യേശുവിനെ ശിക്ഷിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് തന്റെ സ്വാധീന ശക്തി മുഴുവൻ വിനിയോഗിച്ചതും മറ്റൊരു സ്ത്രീ ആയിരുന്നു എന്നുള്ളതും യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ആദ്യമായി കണ്ടതും പിന്നെ പുനരുത്ഥാന വർത്തമാനം ആദ്യം പ്രഖ്യാപനം ചെയ്തതും ഒരു സ്ത്രീയാണ് എന്നുള്ളതുമെല്ലാം നമുക്ക് സ്ത്രീയുടെ പ്രാധാന്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന കാര്യങ്ങൾ ആയിരുന്നു. ഇതെല്ലാം ഈ രണ്ട് സുപ്രധാനമായ കാര്യങ്ങളാണ് ഞാൻ കാണുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞുകൊട്ടെ. അങ്ങനെല്ലാം ഉള്ളവരിടത്ത് കേരളീയ നവോത്ഥാനത്തിന്റെ മുന്നണിയിൽ നിന്ന ഒരു സഭയുടെ ഒമാനിലെ ഒരു ദേവാലയത്തിന് 50 വയസ്സ് തികയുന്നു എന്ന് പറയുന്നത് ഈ ചിന്തകളും ഈ അഭിപ്രായങ്ങളും ഈ നിലപാടുകളെയും ഉള്ളിൽ ചേർത്ത് വെച്ചുകൊണ്ട് ഈ മണലാരണ്യത്തിന്റെ മണ്ണിലെത്തുമ്പോഴും ആ സഭാവിശ്വാസത്തോട് ചേർന്ന് നിൽക്കാൻ ഇവിടെയും ആളുകൾ ഒരു ജനത നിശ്ചയദാർഢ്യത്തോടു കൂടി നിലയുറപ്പിക്കുന്നു എന്നുള്ളതാണ് ഞാൻ കാണുന്ന വലിയ പ്രത്യേകത. നിങ്ങളെ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുന്നു എന്ന് പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ തിരുവേനി പറഞ്ഞല്ലോ, സ്നേഹത്തെ കുറിച്ച് പറഞ്ഞു. ഇവിടെ എല്ലാവരും അതിനെക്കുറിച്ച് തന്നെയാണ്. എന്നോട് നേരത്തെയും അച്ഛനും എന്നോട് അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു ഇന്ന് അത് തന്നെയാണ്. ദൈവം സ്നേഹമാണ്. അതുകൊണ്ടാണല്ലോ മത്തായിയുടെ സുവിശേഷത്തിൽ ദുഷ്ടന്മാരുടെയും നീതികെട്ടവന്മാരുടെയും മേലും സൂര്യനെ ഉദിപ്പിക്കുകയും ഉദ്ദീപിക്കുകയും മഴ പെയ്യുകയും ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നത്. ശൗലിനെ ശിക്ഷിച്ചില്ല എന്നതും നാം ഓർക്കേണ്ടതുണ്ട്. കാരണം ദൈവം സ്നേഹമാണ് എന്നതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായത്തിൽ സ്നേഹത്തിന്റെ വൈശിഷ്ട്യതകൾ വർണ്ണിച്ച ശേഷം നൽകുന്ന ഉറപ്പാണ് സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല, മറിച്ച് എന്നേക്കും അത് നിലനിൽക്കുന്നു എന്നുള്ളത്. ഇന്ന് ലോകം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം സ്നേഹത്തിന്റെ വേദനകളിൽ ഏറ്റവും വലുത് സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും അഭാവം തന്നെയാണ്. അതുകൊണ്ടാണ് ഒരു മകന് അമ്മയെ തലക്കടിച്ച് കൊല്ലണമെന്നും അനുജന് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തിട്ട് അവനെ കൊല്ലണമെന്നും തൻ്റെ അമ്മുമ്മയെ വകവരുത്തണമെന്നും തൻ്റെ ഉറ്റവരെ കൊന്നൊടുക്കണമെന്നും ഒരാൾക്ക് തോന്നുന്നിടത്ത് ഇതെല്ലാം സ്നേഹം അപ്രത്യക്ഷമാകുന്നു എന്നുള്ളത് തന്നെയാണ്. എല്ലായിടത്തു നിന്നും സ്നേഹം അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നിടത്ത് അതരങ്ങൾ കൊണ്ട് എന്നെ പൂജിക്കുകയും ഹൃദയം എന്നിൽ നിന്ന് ഇത്രയും അകലെ ആയിരിക്കും എന്ന് പറഞ്ഞതുപോലെ ഒരുപാട് പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും എല്ലാം സ്നേഹത്തെക്കുറിച്ച് നടക്കുമ്പോഴും നമ്മുടെ മുമ്പിൽ നമ്മളിതെല്ലാം കാണുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. സ്വന്തം സഹപാഠിയെ വളഞ്ഞിട്ട് ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുക എന്നതിലേക്ക് എങ്ങനെയാണ് കുഞ്ഞുങ്ങൾക്കൊരു ചിന്തയുണ്ടാവുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. എവിടെയാണ് അതെല്ലാം കൈമോശം വന്ന് പോകുന്നത്? ഇവിടെ പറഞ്ഞു, യുദ്ധം, അക്രമങ്ങൾ, കൊള്ള, വല്ലാത്ത പ്രതിസന്ധികളിലൂടെ ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞു. ക്ഷാമം, ദാരിദ്ര്യം, അതിൻ്റെ എല്ലാം പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. ഇതെല്ലാം നിൽക്കുന്നതെല്ലാം അതിൻ്റെ എല്ലാം പിന്നിൽ നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സ്നേഹമില്ല എന്നുള്ള തന്നെയാണ്. ആ സ്നേഹത്തിന്റെ കാര്യം നമുക്ക് കൂടുതലായി പറയേണ്ടിയിരിക്കുന്നു. എന്നോട് ഇന്നൊരു അച്ഛൻ ചോദിച്ചു, സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ വീട്ടിൽ ചോദിക്കുകയായിരുന്നു. ഞാനപ്പോൾ അച്ഛനോട് പറഞ്ഞ അതേ വാചകം വീണ്ടും എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. സ്നേഹത്തിന്റെ പ്രാധാന്യം സത്യവേദ പുസ്തകം നമ്മളോട് പറയുന്നു. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, അവ മൂന്നും നിലനിൽക്കുന്നു. എൻ്റെ ഹോപ്പ് ഡസ് നോട്ട് ഡിസപ്പോയിന്റ് എന്നാണ് പറയുന്നതെല്ലാം. പ്രത്യാശ ഒരിക്കലും നമ്മളെ നിരാശപ്പെടുത്തില്ല എന്ന് പറയുന്നു. പക്ഷേ ഏതിനാണ് ഏറ്റവും വലിയ പ്രാധാന്യം കൊടുത്തത്? വിശ്വാസവും പ്രത്യാശയും സ്നേഹം നിലനിൽക്കുന്നു എന്ന് പറയുന്നിടത്ത് ഏതിനാണ് ഏറ്റവും വലിയ പ്രാധാന്യം കൊടുത്തതെല്ലാം? വിശ്വാസത്തിനുമല്ല, പ്രത്യാശയ്ക്കുമല്ല. അതിലേറ്റവും പ്രാധാന്യമുള്ളതോ സ്നേഹത്തിന് തന്നെ എന്ന് നമ്മളോട് ബൈബിൾ പറയുന്നു, വേദപുസ്തകം പറയുന്നു. പക്ഷെ എന്തോ ആ സ്നേഹത്തെയാണ് ഇത് നമുക്ക് തേടേണ്ടുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്. ഇരുട്ടുമുറിയിലെ കറുത്ത പൂച്ചയെ പോലെ നമ്മൾ സ്നേഹത്തെ പരതേണ്ടുന്ന ഒരവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നിടത്ത് നാം ഒരുപാട് ഉള്ളറകളിലേക്ക് പോകേണ്ടതുണ്ട് എന്നും പാഴങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് എന്നും അത് കാണിച്ചിരുന്നു. അവിടെയാണ് കുടുംബമടക്കമുള്ള ഇടങ്ങളിൽ നാം ഗൗരവതരമായ ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട് എന്ന് പറയുന്നത്. നമുക്ക് നക്ഷത്രങ്ങളാവാൻ കഴിയുമോ എന്നൊരു ചോദ്യമുണ്ട്. വിദ്വാൻമാരെ യേശുവിലേക്ക് എത്തിച്ചത് നക്ഷത്രങ്ങളാണ്. നക്ഷത്രങ്ങളെ കണ്ടവർ സന്തോഷിക്കുകയായിരുന്നു. അലഞ്ഞു തിരിഞ്ഞ വിദ്വാൻമാരെ ബത്ലഹേമിൽ ക്രിസ്തുവിന്റെ അടുത്തേക്ക് എത്തിച്ചത് നക്ഷത്രങ്ങളാണ്. സത്യത്തിന്റെയും നീതിയുടെയും സ്നേഹത്തിന്റെയും നന്മയുടെയും കാരുണ്യത്തിന്റെയും അരികിലേക്ക് ജനതയെ എത്തിക്കാൻ നക്ഷത്രമായി തീരാൻ നമ്മളെ കൊണ്ട് കഴിയുമോ എന്നുള്ളതാണ് നമ്മളോട് ഓരോരുത്തരോടും നാം തന്നെ ചോദിക്കേണ്ടത് ചോദ്യം. സമൂഹത്തോടുള്ള ആഹ്വാനത്തിലേക്കല്ല നമ്മൾ എത്തേണ്ടത്. മറ്റുള്ളവർ വിളക്കാവുക എന്നോ മറ്റുള്ളവർ നക്ഷത്രങ്ങളാവുക എന്നോ ആഹ്വാനം ചെയ്യാൻ എല്ലാവരെ കൊണ്ടും കഴിയുന്ന കാര്യമായിരിക്കും. നമ്മളെ കൊണ്ടത് കഴിയുമോ എന്നുള്ളൊരു വലിയ ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. മറ്റുള്ളവരെ ഇവിടങ്ങളിലേക്കൊക്കെ എത്തിക്കാൻ കഴിയുന്ന നക്ഷത്രമാവാൻ നമ്മളെ കൊണ്ട് ആവുമോ എന്നുള്ളത്. ഇത് ഏതെങ്കിലും ഒരു ക്രിസ്തീയ ദൗത്യമാണെന്ന് ഞാൻ കരുതുന്നതേ ഇല്ല. ഗോണ്ടബറസ് രാജാവ് ക്രിസ്ത്യാനി ആയിരുന്നില്ല എന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടൊരു ക്രിസ്തീയ ദൗത്യം എന്ന അർത്ഥത്തേക്കല്ല ഞാൻ പറയുന്നത്.
തിരുമേനിയോട് പറഞ്ഞു ലോകത്തിന്റെ വെളിച്ചവും ഭൂമിയുടെ ഉപ്പുമാവുക എന്നുള്ളത്. മത്തായി ശ്ലീഹയുടെ ഈ സുവിശേഷം ഗാന്ധിജിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു. 6, 5, 6, 7 അധ്യായങ്ങൾ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ഗാന്ധിജിയും കണ്ടതാണ്. ഉപ്പും വെളിച്ചവും ആയി തീരുക എന്നുള്ളത് അതൊരു ജനതയോടുള്ള താതാത്മ്യം പ്രാപിക്കലാണ്, ഒരു ജനതയോടുള്ള ചേരലാണ്, ഒരു സാധാരണക്കാരന്റെയും പാവപ്പെട്ടവനോടുള്ള പക്ഷം പിടിക്കലാണ്. യേശുക്രിസ്തു ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് ധനികർ വസിച്ചിരുന്ന യഹൂദിയായിലായിരുന്നില്ല, മറിച്ച് ദരിദ്രരും പ്രാരാബ്ദങ്ങളുടെ കനലിൽ ജ്വലിക്കുന്ന ജീവിതത്തിനുടമകളുമായ മണ്ണിന്റെ മക്കളുടെ പുണ്യഭൂമിയായ ഗലീലയിലെ ചെറു ഗ്രാമങ്ങളിലായിരുന്നു എന്നറിയാം. ക്രിസ്തുവിന്റെ കന്നി പ്രസംഗം നടന്നതോ ഗലീലയിലെ ഒരു ചെറിയ സുന്നഗോഗിലായിരുന്നു. അവിടെ പറഞ്ഞതോ ദരിദ്രരുടെ വിമോചനത്തിന്റെ വിഷയമായിരുന്നു. പാവപ്പെട്ടവന്റെയും സാധാരണക്കാരന്റെയും വിമോചനത്തെ ഏറ്റവും പ്രമുഖമായി കാണുകയായിരുന്നു. അതുകൊണ്ടാണ് ഗലീലയിലെ ആ സുന്നഗോഗിൽ ദരിദ്രരുടെ വിമോചനത്തെക്കുറിച്ച് ക്രിസ്തുവിന്റെ ആദ്യത്തെ പ്രസംഗം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഏറ്റവും പ്രമുഖമായത് ദൈവരാജ്യത്തിന്റെ കാര്യം തന്നെയാണ്. ദൈവരാജ്യം എങ്ങനെയാണ്? ലൂക്കോസിന്റെ സുവിശേഷം അതിനെ അടയാളപ്പെടുത്തുന്നുണ്ട്. ദൈവരാജ്യം എപ്പോഴാണ് വരുന്നതെന്നും ഫരീസർ ചോദിച്ചതിന് മറുപടിയായി പ്രത്യക്ഷങ്ങളായ അടയാളങ്ങളോടുകൂടി അല്ല, ഇതാ അവിടെ, ഇതാ ഇവിടെ, അതാ അവിടെ എന്നൊന്നും ആർക്കും പറയാൻ കഴിയില്ല എന്നാണ്. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ദൈവത്തെ തേടുക എന്നാണ്. മാർട്ടയുടെ വിഖ്യാതമായ ഒരു കഥയുണ്ട്. എല്ലാവരെയും സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന് ആകെ അങ്കലാപ്പായി തീർന്നു. ഇവൻ മൂലം എനിക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകുമെന്ന് ദൈവത്തിന് അപ്പോൾ തന്നെ മനസ്സിലായി. എന്താണൊരു മാർഗം? കടലിനടിയിൽ പോയി ഒളിച്ചാലോ എന്ന് ദൈവം ആലോചിച്ചു. ദൈവത്തിന് പെട്ടെന്ന് മനസ്സിലായി, ഇവൻ അതിബുദ്ധിമാനാണ്, ഒരു രക്ഷയും ഉണ്ടാവില്ല. കടലിന്റെ ആഴങ്ങളിൽ പോലും എനിക്ക് സ്വസ്ഥത ഉണ്ടാവുകയില്ല. കടലിന്റെ അടിയിൽ വന്ന് ഇവൻ എന്നെ കണ്ടുപിടിക്കും. പർവ്വതങ്ങളുടെ മുകളിൽ പോയി ഒളിച്ചാലോ എന്ന് ദൈവം ആലോചിച്ചു. ദൈവത്തിന് പെട്ടെന്ന് മനസ്സിലായി, അവൻ എന്നെ അവിടെയും വിടത്തില്ല. അസാമാന്യമായ ബുദ്ധിവിശേഷമുള്ള മനുഷ്യൻ പർവ്വതങ്ങളുടെ മുകളിൽ വന്നും എന്നെ കണ്ടെത്തും, എനിക്കൊരു സ്വസ്ഥതയും തരികയില്ല. ഏതെങ്കിലും ഒരു ഗുഹയ്ക്കകത്തേക്ക് കയറി ഒളിച്ചാലോ അവിടെ ആകുമ്പോൾ ചിലപ്പോൾ അവൻ കണ്ടുപിടിക്കാതിരിക്കുമല്ലോ എന്ന് ദൈവം ചിന്തിച്ചു. പക്ഷെ ദൈവത്തിന് പെട്ടെന്ന് മനസ്സിലായി, ആ ഗുഹയ്ക്കുള്ളിലേക്കും അവൻ തേടിയെത്തും. അത്രമേൽ ബുദ്ധിമാനാണ് മനുഷ്യൻ. ദൈവം ആകെ അങ്കലാപ്പിലായി. പക്ഷെ ദൈവത്തിന് പെട്ടെന്ന് തന്നെ ഒരു ബുദ്ധി തോന്നി, ഇവന്റെ മനസ്സിൽ തന്നെ കയറിയിരിക്കാം. ഒരിക്കലും കടലിനടിയിൽ പരതിയാലും പർവ്വതങ്ങളുടെ മുകളിൽ പരതിയാലും ഏതു ഗുഹയ്ക്കുള്ളിൽ പരതിയാലും അവനവന്റെ മനസ്സിനുള്ളിൽ നോക്കുകയേ ഇല്ല എന്നുള്ളത് കൊണ്ട് സ്വസ്ഥമായി അവിടെ തന്നെ ഇരിക്കാം എന്ന് തീരുമാനിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത് ചോദ്യത്തിനും നിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്ന് ക്രിസ്തു പണ്ടേ പറഞ്ഞു വെക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ പക്ഷെ എങ്ങും തേടുകയേ ഇല്ല, നമ്മുടെ ഉള്ളിലേക്ക് നോക്കുകയേ ഇല്ല എന്നുള്ളതാണ്. വർത്തമാനകാലത്തിന്റെ ഈ ദുരന്തങ്ങളുടെയൊക്കെ മുമ്പിൽ നമുക്ക് എന്താണ് ഒരു പരിഹാര മാർഗം നോക്കുന്നിടത്ത് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പരിഹാര മാർഗം നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നമ്മൾ നോക്കുക എന്നുള്ളത് തന്നെയാണ്. ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും നുഖത്തിന്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ നുഖങ്ങളും ഒഴിക്കുകയും ചെയ്യുക എന്ന് പറയുന്നിടത്ത് യെശയ്യാ പ്രവാചകന്റെ ആ വാക്കുകൾ ഒരു ജനതയെ മുഴുവൻ സ്വാതന്ത്ര്യത്തിന്റെ വഴികളിലേക്ക് ആനയിച്ചു കൊണ്ടുവന്നതാണ്. ലാറ്റിൻ അമേരിക്ക എങ്ങനെയാണ് ഈ തരത്തിലേക്ക് മാറിത്തീർന്നത് എന്ന് നോക്കുന്നിടത്ത് സത്യവേദ പുസ്തകം കയ്യിൽ വെച്ചുകൊണ്ട് പുരോഹിതന്മാർ നടത്തിയ ഉജ്ജ്വലങ്ങളായ പ്രവർത്തനങ്ങളുടെ ചരിത്രത്തെയും ആ രീതികളെയും നമുക്ക് അവിടങ്ങളിൽ നിന്നെല്ലാം വായിച്ചെടുക്കാൻ. അവിടെ ഒരു വിമോചനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമായി അതെല്ലാം മാറുകയായിരുന്നു. അപ്പോൾ എന്തായിരിക്കും എന്ന് നമ്മളോട് പറയുന്നു. അപ്പോൾ നിന്റെ പ്രഭാതം വെളിച്ചം പോലെ പൊട്ടി വിരിയും, നീ വേഗം സുഖം പ്രാപിക്കും. നിന്റെ നീതി നിന്റെ മുമ്പിലും കർത്താവിന്റെ മഹത്വം നിന്റെ പിന്നിലും നിന്നെ രക്ഷിക്കും എന്ന് പറഞ്ഞു. ഈ രക്ഷ നമ്മൾക്ക് ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. യെശയ്യാ പ്രവാചകൻ പറയുന്ന ഈ രക്ഷ ഉണ്ടല്ലോ, കർത്താവിന്റെ മഹത്വം നിന്റെ പിന്നിൽ നിന്നെ രക്ഷിക്കാൻ ഉണ്ടാവും എന്ന് പറയുന്നിടത്ത് വെറുതെ ഉണ്ടാവുകയല്ല, അത് ഏതെങ്കിലും പ്രാർത്ഥനകൾ കൊണ്ടോ ഹോമബലികൾ കൊണ്ടോ മാത്രം ഉണ്ടാവുന്നതല്ല. സ്വർഗത്തിലൊരു ഇരിപ്പിടം നേടാനുള്ള ഒരു കുറുക്ക വഴിയായിട്ടല്ല ഒരു പ്രാർത്ഥനയെയും കണ്ടത്. ഈ പ്രവർത്തികളായിരുന്നു നമ്മളോട് അവതരിപ്പിച്ചെല്ലാം. ആ പ്രവർത്തികളിലാണ് ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കാൻ പറഞ്ഞത്. ഭവനമില്ലാത്തവനെ സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു വരുത്താൻ പറയുന്നത്, ഉടുപ്പില്ലാത്തവനെ ഉടുപ്പിക്കാൻ പറയുന്നത്, ഒപ്പം ചേർത്ത് നിർത്താൻ പറയുന്നത്. അതിന് കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രമുഖമായ ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം തേടുക എന്നുള്ളത് ഈ ജൂബിലി വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ജൂബിലി വർഷത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചൊന്നും ഞാൻ പറഞ്ഞു പോകുന്നില്ല. തീർച്ചയായിട്ടും നവീകരണത്തിന്റെ ഏറ്റവും പ്രമുഖമായ പടവുകൾ തീർത്തുവെച്ച ഒരു സഭയ്ക്കും അതിലെ അംഗങ്ങൾക്കും ഈ കാലത്തിന്റെ ഈ ബുദ്ധിമുട്ടുകളുടെയും പ്രയാസങ്ങളുടെയും ഇടങ്ങളിൽ നിൽക്കാൻ, സാധാരണക്കാരന്റെയും പാവപ്പെട്ടവന്റെയും പക്ഷം ചേരാൻ തീർച്ചയായിട്ടും കഴിയുക തന്നെ ചെയ്യും. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇത്തരമൊരു ചടങ്ങിന്റെ ഭാഗമാവുക എന്നുള്ള കാര്യത്തിൽ. സംസ്ഥാനത്തിന്റെ കൃഷി വകുപ്പ് മന്ത്രി എന്നുള്ള തരത്തിലാണ് എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുമ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോയും ദൃശ്യങ്ങളുമാണ്. തീർച്ചയായിട്ടും അത് ഞാൻ വന്നതുകൊണ്ടല്ല, കൃഷിയുടെ ചുമതലയുള്ള ഒരാൾ എന്നുള്ള തരത്തിൽ എനിക്കും അതിനകത്തൊരു അർഹതയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം ഉൽപ്പത്തി പുസ്തകം 2:15 പറയുന്നുണ്ടല്ലോ, ഏദൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കുമായി ദൈവമായ കർത്താവ്
മനുഷ്യനെ പറുദീസയിലാക്കി എന്നും ആദ്യത്തെ ജോലി കൊടുത്തത് വേറെ ഒന്നിനുമായിരുന്നില്ല, കൃഷി ചെയ്യുവാൻ വേണ്ടിയായിരുന്നു. സത്യവേദപുസ്തകം പറഞ്ഞ ആദ്യത്തെ പണി ഒമാനിൽ വന്ന് പണിയെടുക്കാനൊന്നും ആയിരുന്നില്ല കേട്ടോ. ആദ്യത്തെ പണി പറഞ്ഞത് കൃഷി ചെയ്യുക എന്നുള്ളതായിരുന്നു. കാരണം അത് നിങ്ങളുടെ ഭക്ഷണമാണ് എന്നുള്ളതായിരുന്നു. ഭക്ഷണമില്ലാണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുക? ഒരാൾക്കും ജീവിക്കാൻ പറ്റുകയില്ല. 95% നമ്മുടെ ഭക്ഷണവും കൃഷി ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. ഇതുകൊണ്ടാണ് വെറുതെ ഇങ്ങനെ ഇതെല്ലാം എഴുതി വെച്ചതാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? വെറുതെ എല്ലാം ഇങ്ങനെ ഈ ബൈബിളിലെല്ലാം വെറുതെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആദ്യത്തെ വിചാരം അന്നത്തിന്റെ കാര്യമാണ്. ആ അന്നം ഉണ്ടാവണമെങ്കിൽ ഒരു മണ്ണ് അനിവാര്യമാണ്. മണ്ണില്ലാത്ത കൃഷിയെക്കുറിച്ച് ലോകം കണ്ടുപിടിക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മുടെ നാട്ടിൽ മുമ്പിൽ ഈ നെൽവിത്തിന്റെ കാര്യം നിങ്ങൾ നോക്കൂ. നെല്ല് ഉണ്ടായിട്ട് 10,000 കൊല്ലം മാത്രമേ ആയിട്ടുള്ളൂ. 10,000 കൊല്ലം ഞാൻ നെല്ലിന്റെ കണക്ക് പറയാൻ തുടങ്ങിയത് 10,000 കൊല്ലം മുമ്പ് ലോകത്തിന്റെ ജനസംഖ്യ 50 ലക്ഷം മാത്രമാണ്. 1/2 കോടി ഒമാനിലും ഈ നമ്മൾ പറയുന്ന ഗൾഫ് രാജ്യങ്ങളിലും അമേരിക്കയിലും ആഫ്രിക്കയിലും ഇന്ത്യയിലും എല്ലാം കൂടി 10,000 കൊല്ലങ്ങൾക്ക് മുമ്പ് ജനസംഖ്യ 50 ലക്ഷം. 960-കളൊക്കെ എത്തുമ്പോഴാണ് അത് 100 കോടിക്ക് അപ്പുറത്തേക്ക് നീങ്ങുന്ന. 1800-കളിലാണ് 1800-കളുടെ ആദ്യമാണ് 100 കോടിയിലേക്കെല്ലാം എത്തുന്നത്. 2025 നമ്മൾ നിൽക്കുമ്പോൾ 2050 ഒരു 1/4 നൂറ്റാണ്ട് കഴിയുമ്പോൾ ലോകത്തിന്റെ ജനസംഖ്യ 1000 കോടി ആവാൻ പോവുകയാണ്. 1000 കോടി ആവാൻ പോകുന്ന വലിയ കാര്യമല്ലേ? നമ്മൾ 1000 കോടി ക്ലബിൽ കയറാൻ പോവുകയാണ് ലോകം എന്നാണോ? തീർച്ചയായിട്ടും നമ്മൾ 1000 കോടി ക്ലബിൽ കയറാൻ പോവുകയാണ്. 1000 കോടി ആൾക്കാർക്കുള്ള വാഹനം എവിടെ, വസ്ത്രം എവിടെ, വീടെവിടെ? അതിനേക്കാൾ ഉപരിയായി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 1000 കോടി ആൾക്കാർക്കുള്ള ഭക്ഷണം എവിടെ എന്നുള്ളതാണ്. ഇപ്പോൾ ഉണ്ടാക്കുന്നതിൻ്റെ 70% അധികമായി ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ 1000 കോടി മനുഷ്യർക്കും പട്ടിണിയില്ലാണ്ട് കഴിയുമ്പോൾ അതുണ്ടാവുന്നില്ല എങ്കിൽ ഫുഡ് വാറുകളെ നമുക്ക് പ്രതീക്ഷിക്കാം ലോകത്തിന്റെ ഓരോ ഇടങ്ങളിലും. അവിടെയാണ് ഏദൻ തോട്ടത്തിൽ കൃഷി ചെയ്യാനും സംരക്ഷിക്കാനുമായി ദൈവമായ കർത്താവ് മനുഷ്യനെ പറുദീസയിലാക്കി എന്ന് ഉൽപ്പത്തി പുസ്തകം നമ്മളോട് പറഞ്ഞു. പക്ഷെ നമ്മൾ ആ പറുദീസയിൽ സുഖിക്കാൻ തീരുമാനിക്കുകയും മണ്ണിലേക്ക് നോക്കാണ്ടിരിക്കാൻ നിശ്ചയിക്കുകയും ചെയ്തു. എല്ലാം വാങ്ങാൻ കഴിയുമല്ലോ എന്നുള്ള ചിന്ത മണ്ണിനോട് നമുക്ക് വലിയ പ്രാധാന്യം ഇല്ലാണ്ടാക്കി. മനുഷ്യ നീ മണ്ണാകുന്നു എന്നൊക്കെ ഇവിടെ വെള്ളിയാഴ്ചകളിലും നാട്ടിൽ ഞായറാഴ്ചകളിലും നമ്മൾ ഇന്ന് വലിയ വായിൽ പ്രസംഗിക്കാൻ തുടങ്ങി. ഡെസ് ദ ആർട്ട് എന്നുള്ളത് ആരാണ് ഈ മനോഹരമായി ഇങ്ങനെ ഒരു ട്രാൻസ്ലേഷൻ കൊടുത്തത്? എത്ര മനോഹരമായൊരു ട്രാൻസ്ലേഷനാണ്. മനുഷ്യ നീ മണ്ണാകുന്നു എന്നുള്ളത് അത് മണ്ണിൽ നിന്നാണ് വന്നത്, മണ്ണിലേക്കാണ് പോകുന്നത് എന്നതുകൊണ്ട് മാത്രമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. തിരുമേനിമാർ എന്നോട് ക്ഷമിക്കണം, ഞാൻ അങ്ങനെ ഒരു വ്യാഖ്യാനം പറയുന്നു എന്നുള്ളത് എൻ്റെ ഒരു തെറ്റായി കണ്ടു പൊറുക്കണം എന്ന് ഞാൻ അങ്ങയോട് നിങ്ങൾ രണ്ടാളുകളോടും അപേക്ഷിക്കുകയാണ്. ഞാൻ കണക്കാക്കുന്നത് അങ്ങനെയല്ലേ അല്ല. നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത്? ഈ പള്ളിയിലാണെന്ന് പറയുമ്പോൾ ഈ പള്ളി ഉറപ്പിച്ചിരിക്കുന്നത് ഈ മണ്ണിലാണ്. നിങ്ങൾ എവിടെയാണ് സഞ്ചരിക്കുന്നത്? ഈ മണ്ണിലൂടെയാണ്. നിങ്ങളുടെ വാസഗൃഹങ്ങളെല്ലാം പടുത്തുയർത്തിയിരിക്കുന്നത് ഈ മണ്ണിലാണ്. നിങ്ങൾ വെള്ളം കുടിക്കുന്നതോ മഴയായി പെയ്യുന്ന വെള്ളത്തെ മണ്ണ് ഏറ്റുവാങ്ങിയിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ വായുവോ ഈ മണ്ണിനെ തഴുകിയാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. തീരുന്നില്ല. നമ്പർ 1 ഞാൻ ലാസ്റ്റിൽ പറയുന്നു എന്നേ ഉള്ളൂ. നിങ്ങളുടെ ഭക്ഷണമോ ഈ മണ്ണിൽ നിന്നാണ്. ഈ മണ്ണാണ് നിങ്ങളുടെ അന്നം തരുന്നത്. ഇതുകൊണ്ടാണ് മനുഷ്യ നീ മണ്ണാകുന്നു എന്ന് പറഞ്ഞത്. മണ്ണില്ലാതെ എന്ത് മനുഷ്യനാണ്? മണ്ണില്ലാതെ എങ്ങനെയാണ് നിങ്ങൾക്ക് നിൽക്കാൻ കഴിയുക? എല്ലാ അർത്ഥത്തിലും നമ്മൾ നടക്കുന്നത്, നിൽക്കുന്നത്, ഇരിക്കുന്നത്, കിടക്കുന്നത്, കുടിക്കുന്നത്, കഴിക്കുന്നത് എല്ലാം 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 ഈ മണ്ണുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് എത്രയോ നൂറ്റാണ്ട് അപ്പുറത്ത് നിന്നിട്ട് നമ്മളോട് പറഞ്ഞു, നിങ്ങൾക്ക് മണ്ണാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ബന്ധു എന്ന്. നമ്മൾ ആ മണ്ണിനെ മറന്നേ കളഞ്ഞു. നമുക്ക് മണ്ണല്ല ഏറ്റവും മോശപ്പെട്ട ഒന്നായി മാറുകയും ചെയ്തു. മണ്ണ് പറ്റിയാൽ എന്തൊരു മോശമാണ് നമുക്ക്. നമ്മുടെ വസ്ത്രത്തിൽ, വാഹനത്തിൽ, വീട്ടിൽ മണ്ണുണ്ടെങ്കിൽ നമുക്ക് അസ്വസ്ഥതയുടെ പരകോടിയിലേക്ക് നമ്മളെത്തും. നമ്മൾ വന്നു എന്ന് പറയും, മനുഷ്യ നീ മണ്ണാകുന്നു എന്നത്. വെറുതെയുള്ള ഈ വാക്കുകൾ കൊണ്ടൊന്നും നമുക്ക് ഈ പ്രതിസന്ധിയെ മറികടക്കാൻ പറ്റുകയേ ഇല്ല. നമ്മുടെ രോഗങ്ങളിൽ പകുതിയിൽ കൂടുതലും ഭക്ഷണം മൂലം ഉണ്ടാവുന്നവയാണ് എന്ന് ആരോഗ്യരംഗത്തെ വിദഗ്ധർ നമ്മളോട് പറയുന്നു. പക്ഷെ നമുക്ക് മണ്ണിനോട് അത്രയൊന്നും നിൽക്കാൻ നമുക്ക് പറ്റുന്നതേ ഇല്ല. മണ്ണിൽ നിന്ന് നമ്മൾ അകന്നപ്പോൾ, കൃഷിയിൽ നിന്ന് നമ്മൾ അകന്നപ്പോൾ നമ്മൾ അടുത്തു ചിലയിടങ്ങളിലേക്ക്. രോഗങ്ങളിലേക്കാണ് നമ്മൾ കൂടുതലായി അടുത്തിയെന്നത്. അടുക്കളയുടെ പ്രാധാന്യം കുറഞ്ഞപ്പോൾ ആശുപത്രിയുടെ പ്രാധാന്യം കൂടുന്നതിലേക്ക് എത്തി. വർത്തമാനകാലത്തിൽ ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി കരുതേണ്ടതുണ്ട്. മനോഹരമായ ചില ചടങ്ങുകളെല്ലാം ഇവിടെ നിങ്ങൾ നടത്തിയുണ്ടായി. അത് ഏറ്റവും ഒമാൻ ക്യാൻസർ അസോസിയേഷനുള്ള സഹായം ഉൾപ്പെടെ ഉണ്ടായി. നല്ല കാര്യം തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മുറിവേറ്റവരെ, ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കുക എന്നുള്ളത് പ്രമുഖമായ ഒന്നാണല്ലോ. അങ്ങനെയാണല്ലോ നമ്മൾ നല്ല സമരിയാക്കാരൻ്റെ കഥ കേൾക്കാനും പഠിക്കാനും എല്ലാം തുടങ്ങിയത്.
സങ്കര ഇനമായതിന്റെ പേരിൽ ശക്കമിലെ മൂഢജനതയെന്ന് വിളിച്ച് അടച്ചാക്ഷേപിച്ചതാണ് സമരിയാക്കാരനെ. ആ സമരിയാക്കാരനെ ഉണ്ടായുള്ളൂ വഴിയരിയിൽ മുറിവേറ്റ് കിടന്നിരുന്ന ആളിൻ്റെ അടുത്തേക്ക് എത്താൻ, വഴിയമ്പലത്തിൽ കൊണ്ടുപോകാൻ, മുറിവ് വെച്ച് കെട്ടാൻ, കയ്യിലുണ്ടായിരുന്നത് മുഴുവൻ എടുത്ത് സത്രം സൂക്ഷിപ്പുകാരനെ വഴിയമ്പലം സൂക്ഷിപ്പുകാരൻ്റെ കൈകളിലേക്ക് ഏൽപ്പിക്കാൻ. ഞാൻ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത അതായിരുന്നു. പുരോഹിതനും ലേവായനും വിട്ടുപോയത് അവർക്ക് കാരുണ്യമില്ലാത്തതിൻ്റെ പേരിലല്ല, സ്നേഹമില്ലാത്തതിൻ്റെ പേരിലല്ല, അവർക്കൊരു ഉത്തരവാദിത്വമുണ്ട് എന്ന് പറഞ്ഞ് അവർ ഓടിപ്പോയി. പക്ഷേ സമരിയാക്കാരൻ വന്നിട്ടോ ഞാൻ എവിടെയും കാണാത്ത ഒരു ദൃശ്യമാണ് ബൈബിളിൽ കാണുന്നത്. കയ്യിലുണ്ടായിരുന്നത് മുഴുവനും കൊടുക്കുക എന്നുള്ളതാണ് അവിടെ കണ്ടതെല്ലാം. അത് വേറെ എവിടെയും കാണാൻ കഴിയാത്ത ഒരു വലിയ ത്യാഗപൂർണമായ ഒരു പ്രവൃത്തിയാണ്, കാരുണ്യത്തിൻ്റെ പ്രവൃത്തിയാണ്. ആ കാരുണ്യത്തിൻ്റെ വഴികളിലേക്ക് നമുക്ക് എത്താൻ കഴിയുമോ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കൂടി നമ്മുടെ മുമ്പിൽ എല്ലാം ഉണ്ട്. അതിനെല്ലാം കഴിയട്ടെ. നമുക്ക് എല്ലാത്തിനും അതിന് പ്രാധാന്യം ഉൾക്കൊള്ളാൻ കഴിയട്ടെ. മാർത്തോമാ സഭയ്ക്ക് വീണ്ടും 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 നവീകരണത്തിന്റെ പതാകയും പേറി എല്ലാ ഇടങ്ങളിലേക്കും മുന്നേറാൻ കഴിയട്ടെ. അവിടെയെല്ലാം ഉയർത്തിപ്പിടിക്കുന്ന കേരളീയ നവോത്ഥാനത്തെ മുന്നിൽ നിന്ന് നയിച്ചൊരു ചരിത്രത്തിന്റെ കൂടി ഇടവുമായിട്ടാണ് മുന്നേറുന്നത് എന്ന് തലമുറകളിലേക്ക് അത് പകർന്നു കൊടുക്കട്ടെ. യൗവനങ്ങൾ അത് കേൾക്കാതെ മാറിപ്പോകാതെ ഇരിക്കട്ടെ. കേവലമായ ഇതിലേക്കല്ല, സ്വർഗത്തിലൊരു ഇരിപ്പിടത്തിന് വേണ്ടിയുള്ള ഒന്നായി ദേവാലയങ്ങളിലേക്ക് വരുന്നു എന്നതിനപ്പുറത്തേക്ക് ഒരു നാടിൻ്റെ മണ്ണിൽ ഇത്തരം ചരിത്രങ്ങൾ കൂടി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പറയട്ടെ. നോളജ് ഓഫ് ഹിസ്റ്ററി ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് എസെൻഷ്യൽ വെപ്പൺസ് ഇൻ ദ പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ ബാറ്റിൽസ് എന്ന് പറയാറുണ്ട്. ചരിത്രത്തെക്കുറിച്ചുള്ള അറിവ് ഇന്നിൻ്റെയും നാളെയുടെയും പോരാട്ടങ്ങൾക്ക് ഏറ്റവും മൂർച്ചയേറിയ ആയുധമായിരിക്കും എന്ന്. ആയുധമില്ലാണ്ട് എങ്ങനെയാണ് ജീവിതത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക? വീടായാലും നാടായാലും അത് ഇടവകയായാലും എവിടെയായാലും നമ്മുടെ മുമ്പിൽ അനിവാര്യമാകുന്ന ഒന്ന് ചരിത്രത്തെക്കുറിച്ചുള്ള അറിവും ബോധ്യവുമാണ്. എനിക്കൊരു ചരിത്രമുണ്ട് എന്നുള്ളത് എൻ്റെ കരുത്താണ്. ചരിത്രമില്ലാത്തവർ ചരിത്രത്തെ നിഷേധിക്കും, ചരിത്രത്തിൽ ഇടമില്ലാത്തവർ ചരിത്രത്തെ പുച്ഛിക്കും. മാർത്തോമാ സഭയ്ക്ക് ഉജ്ജ്വലമായ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം നിങ്ങൾ കരുത്തായി നിങ്ങളുടെ മുമ്പിൽ നിന്ന് നിങ്ങളെ നയിക്കുന്നത് ഏറ്റവും പ്രമുഖമായ ഒന്നായി കണക്കാക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് വിളിച്ചതിന്, വാക്കുകൾ കേട്ടതിന് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.